ഇന്ന് കുറച്ച് തുണികളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പുറത്ത് പോകട്ടോ. പിന്നെ കുറച്ച് സ്റ്റിക്കറൊക്കെ പ്രിൻ്റ് ചെയ്തെടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോകാൻ പോകുന്നത്. ഈ ഡ്രസ്സ് ഇതാണ് ഞാൻ ബർത്ത്ഡേക്ക് സ്റ്റിച്ച് ചെയ്തത്. ഇത് ഇട്ടുകൊണ്ട് നമുക്ക് പോകാം. അപ്പം ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിൽ കാണിക്കാം. അപ്പം ഞാൻ കുറച്ച് ഒരുങ്ങുന്നത് നോക്കാം. എനിക്ക് അതിന് മുമ്പ് ഒരു റീൽ എടുക്കാനുണ്ട്. ഡ്രസ്സ് ഇട്ടു. ഇനി വേഗം പൊട്ട് തൊട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഈ ഫോണാണെങ്കിൽ ഇത് ഇരിക്കുന്നില്ലല്ലോ. എൻ്റെ ഫോൺ മര്യാദയ്ക്ക് ഇരിക്കുന്നില്ല. എൻ്റെ പുതിയ വാട്ടർ ബോട്ടിൽ മീഷോയിൽ നിന്ന് നമുക്ക് പോകാം. പോകുന്നതിന് മുമ്പ് കൊറിയറൊക്കെ റെഡിയാക്കണം. കാണിച്ചാൽ ഇതാണ് ഞാൻ കൊണ്ടുപോകാൻ പോണ ബാഗ്. പൗച്ചുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയ സാമ്പിൾ വാട്ടർ. പിന്നെ എത്ര മീറ്റർ ഫാബ്രിക് വേണമെന്ന് ഇതിൽ ഞാൻ നോട്ട് ചെയ്യും. ഇത് ഒരു പെൻ. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇന്ന് കൊടുക്കാനുള്ള കേട്ടോ. ഇതിവിടെ വെച്ചിട്ട് പോകാം. ഒരെണ്ണം കൂടെ റെഡിയാവാനുണ്ട്. വന്നിട്ട് റെഡിയാക്കണം. മെറ്റീരിയൽ എവിടുന്ന എടുക്കുന്നതെന്ന് കുറച്ച് പേരെന്നോട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മെറ്റീരിയൽ കൂടുതലും കസ്റ്റമൈസേഷനൊക്കെ വരുമ്പോൾ ഞാൻ കോട്ടയത്ത് നർമ്മദ എന്ന് പറയുന്ന ഷോപ്പിൽ 2nd ഫ്ലോറിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. അവിടെയാണ് മെറ്റീരിയലൊക്കെ. അപ്പോൾ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി എടുക്കാറുണ്ട്. പിന്നെ ഓൺലൈനായിട്ടാണ് എടുക്കുന്നത്. അത് ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതൊക്കെ പറയാത്ത കേട്ടോ. അത് എല്ലാം ഒന്നും നല്ലതൊന്നും അല്ല. നല്ലതുണ്ടെങ്കിലും എപ്പോഴും നമുക്ക് അവർ അവൈലബിൾ ആയിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഒക്കെ വരുന്നു. അപ്പം നല്ലതൊക്കെ നോക്കിയിട്ടൊക്കെ ഞാൻ പറയാം. അതുകൊണ്ടാട്ടോ. ഇത് ഞാൻ ഷോർട്ട് നൈറ്റി ചെയ്യാൻ വേണ്ടി 2-3 മെറ്റീരിയൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എടുത്താട്ടോ. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുക. അപ്പം ഞാൻ തിരിച്ചെത്തി ഗൈസ്. വെള്ളം ഞാൻ ഇത്രയും കുടിച്ചു. പിന്നെ മിഷന് വേണ്ടി ഓയിൽ വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചു. ഒരു സ്കേർട്ടിന് വേണ്ടിയാണ്. പിന്നെ ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കാനേ ഒരു ഗിഫ്റ്റ് പോലെ സ്റ്റിക്കർ വാങ്ങിച്ചു. ഇത് ഫുള്ള് സ്റ്റിക്കറാണ്. ഇത് കട്ട് ചെയ്തെടുത്ത് കൊടുക്കണം. ഒരെണ്ണം എൻ്റെ ഇതെന്നാന്ന് വെച്ചാൽ എൻ്റെ വിഷൻ ബോർഡിന് വേണ്ടിയുള്ള മെറ്റീരിയൽ വാങ്ങിച്ചു. അവർക്കും എനിക്കും കൂടെ ഷോർട്ട് നൈറ്റി ചെയ്യാൻ വേണ്ടി 1 2 3. ഇത് വേറൊരു ടോപ്പ് ചെയ്യാനാട്ടോ 4. ഇത്രേ ഉള്ളൂ. ഇതൊരു ബർത്ത്ഡേ ഡ്രസ്സാട്ടോ. ഇത് സ്പെഷ്യലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇന്ന് തൊട്ട് സ്റ്റിക്കേഴ്സും എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കും കേട്ടോ. എന്നെ കാണത്തില്ല. അപ്പോൾ ഇത് സ്പെഷ്യൽ ഡ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ വെച്ചാൽ ബർത്ത്ഡേ ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ സ്ക്രഞ്ചീസും പിന്നെ എക്സ്ട്രാ ഇപ്പം ഞാൻ എല്ലാവർക്കും കൊടുക്കും. ഇതൊരു സ്റ്റിക്കറാട്ടോ, സർപ്രൈസ്. ഞാൻ കുറേ സ്റ്റിക്കർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും ഈ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പോകും. ഡ്രസ്സ് ഒന്നുകൂടി കാണിക്കും. ആളിത് മേടിക്കാൻ കാരണം ഞാൻ ബർത്ത്ഡേക്ക് സെൽഫായിട്ട് 21 ഡ്രസ്സ് എനിക്ക് വേണ്ടി മേക്ക് ചെയ്തല്ലോ. അപ്പോൾ അത് ഇൻസ്പയർ ആയിട്ട് സ്വന്തമായിട്ട് ബർത്ത്ഡേക്ക് സെൽഫ് ഗിഫ്റ്റ് ചെയ്യുക കേട്ടോ.
അപ്പം എനിക്ക് ഹാപ്പിയായി. നല്ല ക്യൂട്ട് ഡ്രസ്സ്. ഞാനിത് എവിടെ ഉണ്ടാക്കും. ഞാൻ മടക്കുവാണ്. മടക്കൊന്നും ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഇത് സാധനം വെക്കുന്ന ഇതില്ലേ ട്രൈപോഡ്, അത് ഹോസ്പിറ്റലിലായിപ്പോയി. അതെ, മടക്കി. പിന്നെ നമ്മുടെ ക്യൂട്ട് സ്റ്റിക്കറും. ഇനി ഒരു സ്റ്റിക്കർ കൂടെ ഉണ്ട്, നമ്മുടെ താങ്ക് യു സ്റ്റിക്കറും കൂടെ. ഈ സ്റ്റിക്കർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നു. ഇതിൻ്റെ പുറമെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നു, താങ്ക് യു സ്റ്റിക്കർ. ആവശ്യമായിക്കോണേ. ഇതാണ് ബർത്ത്ഡേ ഗേളുടെ പാക്കിങ്. എല്ലാവർക്കും ഇനി സ്റ്റിക്കറൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് പ്ലാസ്റ്റിക് കവറും പിന്നെ കൊറിയർ ബാഗും ഇതേപോലത്തെ, പിന്നെ സെല്ലോ ടേപ്പും കൊണ്ട് ഞാൻ ഓൺലൈൻ ഈ പേജ് പരിചയപ്പെടുത്തി തരാം. ഞാൻ 2 പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവരുടെ പേജിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം നമ്പർ കേട്ടോ, കോൺടാക്ട് ചെയ്ത് നോക്കാം. സൈസിനനുസരിച്ച് റേറ്റ്. ബൾക്കായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, 100 എണ്ണം വെച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നത് ഞാൻ അവരെ ആരെങ്കിലും വിളിച്ചിട്ട് ചെയ്യാവേ. ഇത് കൊള്ളാം, കാണാം. നീ വാങ്ങിച്ചാണോ? ഇതെന്താ തുണിയല്ലേ? ഞാൻ വിചാരിച്ചു തുണിയുടെ കൂടെ സെലോട്ടേപ്പ് കിട്ടിയത്. എത്ര കവറാ? 100. ഇത് മറ്റേ അവിടുന്ന് ബൾക്കായിട്ട് വാങ്ങിച്ചില്ല, അതുപോലത്തെയാ? അതിനേക്കാളും നല്ലത്. അതിന് നീളക്കൂടുതല്ല. എനിക്ക് ആ പൈസ ഇഷ്ടപ്പെട്ടത്. സൂക്ഷിച്ച ഇതും കൂടെ ഉപയോഗിക്കാം. ഇതെന്നാ ഇതിൻ്റെ അകത്ത്? ഇത് ഈ കുറേ കവറ നിറച്ചു. 2 വേണം ചെയ്ത് കൊടുക്കണം അതിന്. ഇത് അന്ന് എടുത്ത് ഇത് കാക്ക തീർന്നു. അന്ന് പ്രിന്റ് എടുത്ത കാക്ക തീർന്നു. ഏത് കാക്ക? ഞങ്ങൾക്ക് എന്തോ കാക്ക സ്റ്റിക്കറോ? സ്റ്റിക്കർ താങ്ക് യു ആയിരുന്നു. അതല്ലേ 1 2 3 4. ഈ 2025 സൈഡിൽ ഒട്ടിക്കണോ അതോ മുകളിൽ ഒട്ടിച്ചു? നടുക്ക് ഒട്ടിക്കണം. അടുക്കായിട്ട് മുകളിൽ ഒട്ടിച്ചു. കാരണം അത് ഞങ്ങൾക്ക് വാങ്ങിക്കാനൊന്നുമല്ലല്ലോ. അത് നടുക്കാണ്, ഇവിടെയാണ്. അവിടെ ആയിട്ട് ഒട്ടിച്ചു. ചെരിഞ്ഞു പോയി. 25 ചെരുവാ. എലിശയ്ക്ക് 25 വയസ്സാകുമ്പോ എന്ത് സംഭവിക്കും? അടിക്കട്ടെ. അപ്പൊ ഇതും ചെറിയ, ഇത് 20 ആവണം. ഓക്കെ. ഞാൻ ഇനി മൊത്തം ഒട്ടിച്ചിട്ട് കാണിക്കാം കേട്ടോ. എല്ലാം ഒരു ചെരുവാണ് നേരെ. കണ്ണില്ല. ഇത് ഞാൻ പുതിയ കുർത്തി ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് വന്ന് എക്സൈറ്റ്മെൻറ്റിൽ എടുത്ത് നോക്കുന്ന കേട്ടോ. ഇത് രാവിലെ ഉറക്കപ്പിച്ചിനേറ്റ് വന്നപ്പോഴാണ് കൊറിയർ വന്നത്. അപ്പോൾ ആ ഒരു മൂഡിലിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. പാൻറ്റും ഷോളും കുർത്തി. ഇത് അടിപൊളി സാധനമാണ്. പക്ഷെ ഒരു വാഷിൽ കുറച്ച് കളറ് പോയി. ഒരു വാഷേ കഴിഞ്ഞുള്ളൂ, കുറച്ച് കളർ പോയി. പക്ഷെ ഡ്രസ്സിൽ കളറൊന്നും അങ്ങനെ ഫെയ്ഡായിട്ടൊന്നും ഇല്ല. അങ്ങനെ മാത്രം. നല്ല കംഫർട്ടബിളാണ്.
അപ്പോൾ ഇതേപോലത്തെ ഞാൻ ചെയ്യാൻ വേണ്ടി ഒരു മോഡൽ എടുത്താട്ടോ. ഉറങ്ങി തേഞ്ഞിട്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഞാൻ ജസ്റ്റ് പൊട്ടും ലിപ് ബാം മാത്രം ഇട്ടിട്ട് ഇങ്ങനെ വെച്ചൊക്കെ നോക്കുക. അടുത്ത ദിവസം ഞാൻ സിനിമയ്ക്ക് പോകുമ്പോൾ ഇതിട്ടോണ്ടാണ് പോയത്. അപ്പോൾ ഞാൻ നല്ല വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണ്. റിട്ടേൺ കൊടുക്കുന്നില്ല. നല്ല പാൻറ്റാണ്, പക്ഷെ എനിക്കതൊന്നും കാണിക്കാൻ പറ്റണില്ല. എൻ്റെ പൊട്ടൊക്കെ ഞാനിതിട്ട് പുറത്ത് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും. ഇഷ്ടപ്പെട്ടു. ഇന്ന് കൊടുക്കാനുള്ള കേട്ടോ. പിന്നെ ഈ ഒരു റെഡ് പഫ് സ്ലീവാണ്. പിന്നെ ഇതൊരു സ്ലിറ്റഡ് ഷോർട്ട് കുർത്തി, സ്ലിറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു പെപ്ലം ടോപ്പ്. ഇത്രേ ഉള്ളൂ. ഈ ഒരു മെറ്റീരിയൽ ഉണ്ടോ, ഇത് വെച്ച് 3 ഡ്രസ്സ് ചെയ്യാനാണ്, എയർലൈൻ ഡ്രസ്സ്. അപ്പം ഞാൻ ഓൾറെഡി 3 ഏകദേശം കട്ട് ചെയ്ത് വെച്ചു. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ. കട്ടിങ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, വേഗം ചെയ്യണം, നാളെയാണ് കൊടുക്കണ്ടേ. ചെയ്യാം. മൂന്നാമത്തെ ഏകദേശം തീരാറായി. എല്ലാം ഏകദേശം തീരാറായി വെച്ചേക്കും. ഇനി താഴത്തെ ഫ്രില്ലിൻ്റെ താഴെ ലൈനിങ്ങും കൂടെ വെക്കാറുണ്ട്. പിന്നെ സൈഡും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ തീരും. ഇന്ന് ഉച്ചയ്ക്ക് അവർ വരും, അപ്പോൾ കൊടുക്കണം. പറ്റുവാണെങ്കിൽ ഇട്ടിട്ടുള്ള വീഡിയോ എടുക്കാം കേട്ടോ. ബാക്കിയും കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന ചിലപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ. ഇന്ന് കൊടുക്കാറുള്ള കേട്ടോ. ഇത് ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. എന്നോട് ഓവർലോക്ക് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചില്ലേ. ഞാൻ ഈ ജെനോമിൻ മെഷീനിൽ തന്നെയാണ് കേട്ടോ ഓവർലോക്കും ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഓവർലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് എൻ്റെ ഫിനിഷിങ് വരുന്നത്. ഇത് 80 മതിന് ഗൈസ്, ഇത് ജാക്കിൻ്റെ മിഷൻ ഓയിലാണ്. ഞാൻ ഉഷയുടെ ഇതാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ചിരി വരുന്നേടി ഇങ്ങനെയൊക്കെ പറയണം. അതാ നീ ഇത്രയും പറയാം. ഞാൻ മിഷനിലെ ഓയിൽ ഒഴിക്കാൻ പോവാണ്. സീരിയസ് ആയിട്ട് ഓയിൽ ഒഴിക്കാവൂ. അത് പൊക്കിയിട്ട് തുറക്ക്. മണമൊന്നുമില്ല. നീ എവിടെയെങ്കിലും മാറി നിൽക്കുന്നിട്ട് എനിക്ക് കാണാം. ക്യാമറമാൻ ഒഴുകി നടക്കണം. അവിടെ ഒഴുകാൻ പറ്റിയ സ്ഥലമാണ്. ഇങ്ങനെ കുറെ ചെളിയൊക്കെ കാണും. ഇതിപ്പോ ഒരു യെല്ലോ കളറാണ്. ഇനി ഒരു കടും ബ്രൗൺ ആകുമ്പോൾ നമ്മൾ മാറ്റാം. കേട്ടല്ലേ, ഇതൊക്കെ പൊടിയാ. വല്ല കഷ്ണം ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണമെന്നുള്ളത്. നീ ഒരു ഗിൽറ്റ് കിടക്കും.
കിട്ടി ഗായ്സ്, കിട്ടി. എടുത്ത് കളയണം. ഈ വെള്ള കളറിലെ എണ്ണയാണ് ഇങ്ങനെയായേ. ഇതേപോലെ കിട്ടിയിപ്പോ ഇരുന്ന് എങ്ങനെ എടുത്ത് മറ്റേ ട്രാൻസ്പെറൻ്റായിട്ട് വെളുത്തും നമുക്കിത് ഒഴിക്കാം. ഈ ഹൈയുടെ താഴെ വരെയാണ് ഒഴിക്കേണ്ടത്. എവിടെ ഹൈ? ഇത് ഹൈ, ഇത് ലോ. ഓക്കെ, ഹൈയുടെ താഴെ വരെ ഒഴിക്കാം. യെസ്, ആ മരയുടെ താഴെ ഇല്ലേടി, ആണ്. ഹൈ എഴുതിയേക്കുന്ന താഴെ വരെ ഒഴിച്ച്. ഓ കറക്റ്റ്. യെസ്, സക്സസ്. ഇത്രേ തീർന്നുള്ളൂ. അയ്യോ തീർന്നുള്ളൂ. ഇതിന് ഇത്ര 140 രൂപ കേട്ടോ. അല്ല 200 രൂപ എന്നാ കാണിക്കുന്നത്. 130 രൂപയ്ക്ക് ഉഷയുടെ കട കിട്ടുമെന്നാ ചേട്ടൻ പറഞ്ഞു. നീ എന്താ ശരിയാ, ഞാനും ആലോചിക്കും നിന്റെ മോനെ വരുന്നതായിട്ട്. ഞാൻ അത് ചെറുതാക്കാൻ നോക്കുമായിരുന്നു. അത് വലിയ കുഴപ്പമില്ല. ഇങ്ങോട്ട് വരാൻ പറയുമ്പോ അത് വലുതായി വരും. അതൊക്കെ ഒന്നുകൂടെ വെച്ചാല് നശിപ്പിച്ച് അപ്പൊ എല്ലാം കൊള്ളായി. വലിയ കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഗുഡ് നൈറ്റ്. എന്താ തല എനിക്ക് പൊക്കം വെച്ചോ? ഞാൻ ഇറങ്ങി നടക്കുന്നുണ്ടോ? ഓ, ചുറുതാറോളികൾ നമുക്ക് ബാക്കി തരക്കേടില്ലായിരുന്നു. മോളി വലിയ ക്യൂ ആണ് ഉദ്ദേശിച്ച് ഇറങ്ങാൻ. എല്ലാവരും എരിശാടെ തല കാണുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. അത്യാവശ്യമുണ്ട്. എന്റെ കൈ വയ്യാത്ത കൈ നീ എടുക്കും. അങ്ങനെയായോ? അന്ന പോവാണ്. 80 മധുരയില്ല. അന്ന എവിടെയാ പോണേ? എന്നെ ടാറ്റ പോവാണ്. അന്ന തൂത്തുക്കുടി പോവാ. അല്ല, തൂത്തുക്കുടി അല്ല, എവിടെയാണ് എന്നെ പോകുന്നത് അറിയത്തില്ല. അന്ന ഫസ്റ്റ് ആയിട്ട് സോളോ ട്രിപ്പ് പോവും. ഈ എന്റെ പല്ല് സോളോ ട്രിപ്പാന്നൊക്കെയാണ് പറയുന്നത്. ഇവിടുന്ന് കയറ്റി ഇവിടെ അവിടെ പോയി ഇറങ്ങും. ആണോ? നല്ലൊരു ഇനി ഉണ്ട് എടുക്കും. Your attention please. Train number 12696 Trivandrum Chennai Superfast Express via Palakkad coach position from engine first SLR coach